ഏപ്രിൽ 7 പുലർച്ചെ മണിപ്പൂരിന്റെ അതിർത്തി പ്രദേശമായ മൊയ്രാങ്കിലെ ട്രോങ്ലോബി അവാങ് ലേക്കായിലാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായത്. അതിർത്തി സുരക്ഷാ സേനാംഗങ്ങളിൽ ഒരാളുടെ വീടിന് മുകളിലായിരുന്നു റോക്കറ്റ് പതിച്ചത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന 5 വയസ്സുകാരനായ ആൺകുഞ്ഞും ഏതാനും മാസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞും ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ആക്രമണ സമയത്ത് കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന മാതാവിനും സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ഇംഫാലിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇവരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. കുഞ്ഞുങ്ങളുടെ മരണം മണിപ്പൂർ താഴ്വരകളിൽ വൻ പ്രതിഷേധത്തിനാണ് കാരണമായിരിക്കുന്നത്. കുക്കി ഭൂരിപക്ഷ ജില്ലയായ ചുരാചന്ദ്പൂരിന്റെ താഴ്വരയിലുള്ള പ്രദേശമാണിത്. രോഷാകുലരായ നാട്ടുകാർ കർഫ്യൂ അവഗണിച്ച് തെരുവുകളിലേക്ക് ഇറങ്ങി. തൊട്ടടുത്തുള്ള CRPF ക്യാമ്പിലേക്ക് ഇരച്ചുകയറിയ ജനക്കൂട്ടം വാഹനങ്ങൾക്ക് തീയിട്ടു. പോലീസ് ഔട്ട്പോസ്റ്റും 2 ഓയിൽ ടാങ്കറുകളും കത്തിച്ചു. പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിൽ വിവിധ ഇടങ്ങളിൽ ഏറ്റുമുട്ടലുണ്ടായി. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ സുരക്ഷാസേന നടത്തിയ വെടിവെപ്പിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും മരണം സംഭവിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ക്രമസമാധാന നില തകരാതിരിക്കാൻ ഇംഫാൽ ഈസ്റ്റ്, വെസ്റ്റ് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ സർക്കാർ അനിശ്ചിതകാല കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ. കൂടാതെ ഇന്റർനെറ്റ് സേവനങ്ങളും താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്നു. വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് തടയാനാണെന്നാണ് അധികൃതരുടെ വാദം. സ്ഫോടനത്തിലും വെടിവെപ്പിലും മരിച്ചവരെല്ലാം മെയ്തൈ വിഭാഗക്കാരാണ്.